സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഇൻട്രോ സീൻ ഓഫ് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അന്യായ മേക്കിംഗ്. അഹങ്കാരം പറയല്ലോ, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ്. എല്ലിൽ നിന്ന് മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുന്ന ഒരു സാധനം ഉണ്ട്. അത് ഫാൻസിന് ഗൂസ്ബം ഗ്യാരണ്ടി ഇടുക. ആദ്യത്തെ അരമണിക്കൂർ ഒരു നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു സീനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും കരുതി ഒരു രാജമൗലി പടമാണ് കാണുന്നത്. സത്യം, ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം. പോവാൻ വരട്ടെ, ചിലപ്പോൾ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. ആ ഇൻട്രോ കഴിഞ്ഞ് ഖുറൈഷി ഇബ്രാഹിമിന്റെ പരിപാടിയും കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഒരു മേനയാവണില്ല. അതായത് എന്തൊക്കെ ചെയ്തിട്ടും ഖുറൈഷി ഇബ്രാഹിമിന് മേനയാവണില്ല. പല സ്ഥലത്തും ഭയങ്കര ലോ ആയിരുന്നു. അതായത് കോട്ടിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല ലാലേട്ടൻ. പക്ഷെ ഒരു എന്താണ് ഖുറൈഷി, എന്താണ് ഖുറൈഷി ഇങ്ങനെ, അതിന്റെ മേല് കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ആന്റണി പെരുമ്പാവൂർ. എന്തൊരു കോമഡി ആയിരുന്നു അറിയാം. തിയേറ്ററിൽ ആൾക്കാർ ചിരിക്കുക അദ്ദേഹത്തെ കാണുമ്പോ. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. എന്തോ അത് പറഞ്ഞ ഒരു മര്യാദ വേണ്ടേ? ഒരു ഇങ്ങനത്തെ ഒരു സിനിമയിൽ കാണിക്കാൻ പറ്റിയ ഒരു പരിപാടിയാണോ ആന്റണി പെരുമ്പാവൂരിനെ കൊണ്ടുവന്നിട്ട്? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ഓൾറെഡി ഞാൻ പറഞ്ഞ ഖുറൈഷിനെ കണ്ടിട്ട് ഇങ്ങനെ അയ്യോ ഖുറൈഷിക്ക് വയ്യേ തോന്നിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് റാവുത്തർ എന്ന് പറഞ്ഞ ആന്റണി പെരുമ്പാവൂരിനെ കൊണ്ടുവന്ന് പറയിപ്പിച്ചത്. കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി, ഇത് ആദിപ്പിക്ക് വലിയ ക്ഷീണായി പോയി. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? L2 എമ്പുരാന്റെ അകത്തുള്ള ഒരു പാട്ട് പരിപ്പുവട സിനിമയിൽ പോലും ഇടാത്ത ഒന്ന് വിളിച്ചോണ്ട് പോകണം, അത്രയും മോശം ഒരു പാട്ട്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, ഇനി സ്വസ്ഥമായിട്ട് വണ്ടി. അതായത് മഞ്ജു വാര്യരൊക്കെ ഇതില് എന്താ ഭാരതാംബയോ മറ്റേ സ്വാതന്ത്ര്യ ദിനത്തില് ഭാരതാംബ ഉണ്ടാവില്ലേ, അങ്ങനെയൊന്നുമല്ല. ഖുറൈഷിയും മസൂദും ഞാൻ മനസ്സിലാക്കി, ഞാൻ കൺസീവ് ചെയ്ത ഖുറൈഷിയും മസൂദും ഇങ്ങനെയല്ല. അവർക്ക് തന്നെ ആവശ്യമില്ല.